എത്ര നാളെ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. അതെ, അതെങ്ങനെയാ? വെക്കേഷന് ട്രിപ്പ് പോയിട്ട് പാറും കൂടി വേണ്ടതായിരുന്നു. അതിപ്പോ എന്താ ചെയ്യാനാ? അവളുടെ ഡാഡി ഇവിടെ ഇല്ലല്ലോ. എന്താടി കള്ളംകുട്ടങ്ങളെ ഒളിച്ചിരുന്നൊരു വർത്താനം? ഒളിച്ചൊന്നുമല്ലല്ലോ, ഇവിടെ വെറുതെ നിന്ന് വർത്താനം പറയൂലേ. നിനക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വാ. ആഹാ, എക്കത്തിനെ വിളിച്ചോണ്ട് വന്നത് ഞാൻ. എന്നിട്ടിപ്പ അമ്മടാ, ഇത് ഞങ്ങളെയും കൂടി വിടാം. ഞങ്ങൾ ഇവിടെ ഇടക്കിടക്ക് വരാറുണ്ടേ. അതെ, ഒരു രാജാവ് വന്നേക്കുന്നു. അതെടി, രാജാവ്. പാറു, വാടി. ഹേ, എല്ലാരും വന്നോ? ഇല്ല, പോയി. പാറു, എത്ര നാളായി കണ്ടിട്ട്? അതെ പാറു, എത്ര നാളായി നമ്മൾ കണ്ടിട്ട്. അത് പിന്നെ നിങ്ങൾ ടൂർ പോയോണ്ടല്ലേ നമ്മൾ ഇത്രയും കാണാൻ വയ്യേ. സ്കൂളിലൊക്കെ എന്താ വിശേഷം? എല്ലാം അടിപൊളി. നാളെ തൊട്ട് വരില്ലേ നിങ്ങള്? വരും, ഉറപ്പായിട്ടും വരും. വാ, ഇരിക്കും. നിങ്ങൾ വന്നല്ലോ, എനിക്ക് നല്ല സന്തോഷമായി. അപ്പൊ എന്താ പ്ലാൻ? ഇന്നത്തെ പ്ലാൻ പ്രകാരം നമ്മൾ ഇവിടെ സ്റ്റേ. എടി, നിന്റെ ചേച്ചി ഇവിടെ ഒന്നും ഇല്ലല്ലോ. ചേച്ചിയില്ല, അമ്മയില്ല, രണ്ടുപേരും ഒരുമിച്ചേ വരുള്ളൂ. അതും 10-11 മണിയാവും. പ്രേതങ്ങളുടെ കെട്ടുകഥ തന്നെ കേൾക്കാം. വാ, വേഗം. നല്ല രസമായിരിക്കും, നല്ല വൈബ്. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും പേടിയുണ്ടോ? പേടിയുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞോ, പിന്മാറിക്കോ, അതായിരിക്കും നല്ലത്. എനിക്കും പേടിയില്ല. പിന്നെ എനിക്കാണോ പേടി? അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അവൾമാരെ വിളിക്കാം. എല്ലാരും പോരട്ടെ? ഹമ്പോ, കിടില സെറ്റപ്പ്. അതെ, നല്ല ഹൊറർ മൂഡുണ്ട്. വാസുവിനെ സമ്മതിക്കണം, അടിപൊളിയായിട്ടുണ്ട്. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. അത് ഞാൻ പറയും, ഞാൻ അവിടുത്തെ മേപ്പാടെ. കേട്ടല്ലോ? ഇവറ്റകൾക്കൊന്നും പേടിയില്ലാത്ര. നല്ലോണം പേടിപ്പിച്ചു കൊടുക്കണം. കയ്യിന്ന് കുറച്ച് സാധനങ്ങൾ ഇടണം. എന്താടാ പിറുപിറുക്കുന്നേ? മന്ത്രം വല്ലോ ആണോ? നിസ്സാര കാര്യമാണോ വിചാരം? ഇതൊക്കെ കൂടിയ കളികളാ. കേട്ടല്ലോ? മിണ്ടാണ്ട് എല്ലാരും ഇരുന്നോണം. വാസുച്ചായം പേടിപ്പിക്കല് തുടങ്ങിയല്ലോ. പ്രേതമൊക്കെ പേടിച്ചു പോകും. അതെ, ഒരു മയത്തിലും നയത്തിലൊക്കെ വേണം. എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന്. ആദ്യം ഈ കോയിൻ ഇടണം. എന്നിട്ട് ഇപ്പൊ ഒരു പേടിയൊക്കെ തോന്നി തുടങ്ങി. എല്ലാം നല്ലോണം പേടിക്കണം. ഇനിയാണ് പേടിക്കാനിരിക്കുന്നത്. ഇനി എന്താ? എനിക്കറിയാം. ഇനി വേണം വിളിക്കാൻ. അതൊക്കെ ഞാൻ ഇവിടെ ഉണ്ട്. കേട്ടല്ലോ? വാസു പറയുന്ന പോലെ എല്ലാം. എന്നാ ഞാൻ പറയണ പോലെ എല്ലാരും ഏറ്റു പറയണം.